ഹായ് ആൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പവർ സിസ്റ്റത്തിലെ പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ്. എന്താണ് പെർ യൂണിറ്റ് സിസ്റ്റം, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കീ ഫോർമുലാസ് ഒക്കെയാണ് ലാസ്റ്റ് വീഡിയോ ലെക്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പെർ യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്നൊരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് us begin. Okay, the problem is like this. A three-phase delta Y transformer with rating 100 kVA bar 11 kV, 100 kVA, 11 kV bar 400 volt has its primary and secondary leakage reactance as 12 ohm per phase and 0.05 ohm per phase respectively. Calculate the per unit reactance of the transformer. Okay, അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ മെൻഷൻഡ് ആയിട്ടുള്ളത്? ഡിവൈസ് എന്ന് പറയുന്നത് 3-phase delta Y ട്രാൻസ്ഫോമർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡിവൈസ്. ഇപ്പൊ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ്, പവർ റേറ്റിംഗ് എത്രയാണ്? KVA റേറ്റിംഗ് 100 kVA സ്പെസിഫൈഡ് ആണ്. അതുപോലെ തന്നെ വോൾട്ടേജ് റേറ്റിംഗ് 11 kV bar 400 volt ട്രാൻസ്ഫോമർ ആണ്. സോ 11 kV is your primary side and 400 volt side is the secondary side. അപ്പൊ പ്രൈമറി സൈഡ് ഹൈ വോൾട്ടേജ് സൈഡും സെക്കൻഡറി സൈഡ് ലോ വോൾട്ടേജ് സൈഡ് ആകുന്നു. ഓക്കെ, അപ്പൊ അത് മെൻഷൻഡ് ആണ്. പിന്നെ മെൻഷൻ ചെയ്തേക്കുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലീക്കേജ് റിയാക്ടൻസ്. ലീക്കേജ് റിയാക്ടൻസ് പറയുമ്പോൾ എക്സ് ആണ്. സോ X1 പ്രൈമറി സൈഡിലെ ലീക്കേജ് റിയാക്ടൻസ് എത്രയാണ്? 12 ohm per phase. അതേപോലെ തന്നെ സെക്കൻഡറി സൈഡ് എന്ന് പറയുമ്പോൾ X2 എന്ന് പറയുന്നത് 0.05 ohm per phase. 0.05 ohm per phase. ഇത്രയും കാര്യങ്ങള് മെൻഷൻഡ് ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് പെർ യൂണിറ്റ് റിയാക്ടൻസ്. അപ്പൊ ഈ റിയാക്ടൻസിന്റെ പെർ യൂണിറ്റ് വാല്യൂ ട്രാൻസ്ഫോമറിന്റെ കാണാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ബേസിക് ഫോർമുല അറിയാം. പെർ യൂണിറ്റ് റിയാക്ടൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ റിയാക്ടൻസ് ബൈ ബേസ് റിയാക്ടൻസ്. റിയാക്ടൻസ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ആക്ച്വലി ദ ഇംപെഡൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ നെഗ്ലെക്റ്റിംഗ് ദ റെസിസ്റ്റൻസ് ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് റിയാക്ടൻസ് കാണണമെങ്കിൽ ബേസ് ഇംപെഡൻസ് അല്ലെങ്കിൽ ബേസ് റിയാക്ടൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ബേസ് ഇംപെഡൻസിന്റെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? KV ബേസ് സ്ക്വയർ ബൈ MVA ബേസ്. KV ബേസ് സ്ക്വയർ ബൈ MVA ബേസ് ആണ് നമ്മൾ കാണേണ്ടത് ബേസ് ഇംപെഡൻസ്. എന്നിട്ട് ആക്ച്വൽ വാല്യൂ ബൈ ബേസ് ചെയ്താൽ നമുക്ക് പെർ യൂണിറ്റ് റിയാക്ടൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. നമുക്ക് ബേസ് വാല്യൂസ് ഒന്നില്ലെങ്കിൽ ഹൈ വോൾട്ടേജ് സൈഡിന്റെ ബേസ് എല്ലാ വാല്യൂസും ബേസ് വാല്യൂസ് ആയിട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് സൈഡ് ട്രാൻസ്ഫോമറിന്റെ ലോ വോൾട്ടേജ് സൈഡിന്റെ ബേസ് വാല്യൂസ് റേറ്റിംഗ്സ് എല്ലാം ബേസ് വാല്യൂസ് ആയിട്ട് ചൂസ് ചെയ്ത് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? We'll take case 1, that is we'll take case 1 as the high voltage side, അതായത് പ്രൈമറി സൈഡിന്റെ റേറ്റിംഗ്സ് നമുക്ക് ബേസ് വാല്യൂസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഹൈ വോൾട്ടേജ് സൈഡ് എന്ന് പറയുമ്പോൾ പ്രൈമറി സൈഡ് ഏതാ? 11 kV സൈഡ് ആണ്. 11 kV സൈഡിലെ എല്ലാ റേറ്റിംഗ്സ് നമ്മൾ എന്ത് ചെയ്യും? വിൽ ചൂസ് ഓൾ ദ റേറ്റിംഗ്സ് ഓൺ ദ 11 kV സൈഡ് ഓർ ദ പ്രൈമറി സൈഡ് ആസ് ദ ബേസ് വാല്യൂ. അപ്പൊ ബേസ് കിലോ വോൾട്ട് എന്ത് വരും? KV ബേസ് 11 തന്നെ വരും. 11 kV is the base kilovolt. 11 kV is your primary side or high voltage side. Primary side le base KV base means KV base is 11 kV. അതുപോലെ തന്നെ ബേസ് കിലോവോൾട്ട് ആംപിയർ എന്ന് പറയുന്നത് 100 kV തന്നെ. അത് വ്യത്യാസമില്ല. പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും പവർ റേറ്റിംഗ് വ്യത്യാസം വരില്ല. 100 kVA തന്നെയാണ്. 100 kVനെ നമ്മൾ MVA ബേസിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ 100 kV in MVA ബേസ് എന്ത് വരും? 100 kV if you convert it into MVA base, just divide by 1000. 100 by 1000. 100 by 1000 എന്ത് കിട്ടി? It is 0.1 MVA base ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ MVA ബേസും കിട്ടി, KV ബേസും കിട്ടി. അപ്പൊ ബേസ് ഇംപെഡൻസ് കണ്ടുപിടി. Z ബേസ് എന്താണ്? Z ബേസ് ഇംപെഡൻസ് is equal to KV base square divided by MVA base. KV base square divided by MVA base. KV base square എന്താണ്? 11 square by 0.1. 11 square is 121. 121 by 0.1 means 1210 ohms nu kitti. Base impedance per phase. Referring to base impedance, referring to your primary side or high voltage side, you got it as 1210 ohms. Okay, base impedance kitti. In namukku actual impedance കാണണം അല്ലേ? Actual impedance or actual total leakage reactance of the transformer. ഏത് സൈഡിൽ റെഫർ ചെയ്തിട്ട്?
primary side referee. We are all taking the high voltage side or primary side as the base values for solving this per unit reactance. For total leakage reactance referred to primary side is X01. ഈ ഫോർമുല നിങ്ങൾ അറിയാൻ ട്രാൻസ്ഫോമറിൽ പഠിച്ചിട്ടുണ്ട്. Leakage reactance referred to primary side is primary side reactance plus X2 dash, that is secondary reactance referred to primary, X2 dash. X1 തന്നിട്ടുണ്ട്, X1 is 12 and X2 is what? 0.05. X2 dash is X2 by K square. So 0.05 by K square. Okay. X1 plus X2 dash X2 dash എന്ന് പറയുന്നത് X2 by K square എന്നാണ് കേട്ടോ. X2 by K square നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ X2 0.05 തന്നിട്ടുണ്ട് by K square. What is K? K is the transformer line voltage ratio. Line voltage ratio എന്ന് പറയുന്നത് secondary voltage by primary voltage. That is 400 by 11 kV. 400 by 11,000 ചെയ്ത K കിട്ടും. Okay, transformer line voltage ratio. This you will get it as around 0.0364 എന്ന് കിട്ടി. So X01 is 12 plus 0.05 divided by 0.0364 square. X2 by K square. So ഇതിന്റെ വാല്യൂ you will get it as 37.737 ohms. So both our base impedance and actual impedance we have got. So just you need to divide the actual impedance by base impedance, you will get the per unit impedance. But per unit impedance and per unit reactance thaneyana ട്ടോ. So actual impedance by base impedance. Actually namukku referring to primary side we got it as 37.737 ohms divided by actual impedance is 1210 ohms. So this the answer you will get it closely to 0.0411 per unit. Okay. So this solution we have referred all the ratings, or we have taken all the ratings from the primary side as the base values. Okay. So KV base, MVA base primary side refer ചെയ്തിട്ടാണ് base values എടുത്തിട്ടാണ് base impedance കണ്ടത്. അതുപോലെ തന്നെ actual impedance referring to primary side ചെയ്തു. And actual impedance by base impedance എടുത്തപ്പോൾ നമുക്ക് per unit impedance കിട്ടി 0.0411 per unit. So we have all found a solution to the problem. So Z per unit or X per unit is equal to what? 0.0411 per unit. ഇനി ഈ പ്രോബ്ലത്തിനെ second case, അതായത് case 2, we can approach the problem through case 2 also. That is the low voltage side or the secondary side ratings. You can choose the ratings on the low voltage side. Okay, that is the low voltage side or the secondary ratings you can choose as the base values. So everything here will change. So your low voltage side means it is 400 volt side. So base kV, base kilovolt will be 400 volt. 400 volt means how much kV? This 400 by 1000, 0.4 kV is your base kilovolt. Base kilovolt ampere adine vyathyasam varilla. This power rating alla same aanu primary and secondary lim. So it is 0.1 MVA itself. So base impedance will change. KV base has changed. So it is 0.4 square divided by MVA base is 0.1. നമുക്ക് 1.6 എന്ന് വരും അല്ലേ. 0.16 by 0.1 എന്ന് പറയുന്നത് 1.6 ആണ്. So 1.6 ohms കിട്ടി and base impedance. Line voltage ratio നും വ്യത്യാസമില്ല. ടോട്ടൽ ലീക്കേജ് റിയാക്ടൻസ് ഇപ്പൊ നമ്മൾ ഏത് സൈഡിലേക്കാണ് റെഫർ ചെയ്യുന്നത്? സെക്കൻഡറി സൈഡിലേക്കാണ് റെഫർ ചെയ്യുന്നത്. ലോ വോൾട്ടേജ് സൈഡ് സെക്കൻഡറി സൈഡിലേക്കാണ് റെഫർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് X02 വരും. Total leakage reactance referred to secondary is X02 is X2 plus X1 into K square. This is the formula. X2 plus X1 into K square. X2 എത്രയാണ് നമുക്ക് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തേക്കുന്നത്? X2 is 0.05 plus X1 is 12. K is K യുടെ വാല്യൂ മാറുന്നില്ല. K is 0.0364. Line voltage ratio is secondary side by primary side voltage ratio. That is 0.0364 square. Okay, K square is 0.0364 square. X1 K square. K is 0.0364. So this you will get the answer close to X02's 0.0659 ohms per phase. 0.0659 ohms. Okay. So per unit impedance is actual impedance by
base impedance. Actual impedance എത്രയാണ്? Actual impedance we got it as 0.0659 and base impedance is 1.6. ഇത് ചെയ്യുമ്പോഴും you will get the answer as 0.0411 per unit. Okay, നമുക്ക് നേരത്തെ high voltage ratings base values ആയിട്ട് ചൂസ് ചെയ്തതും ലോ വോൾട്ടേജ് സൈഡ് റേറ്റിംഗ്സ് ബേസ് വാല്യൂ ആയിട്ട് ചൂസ് ചെയ്തപ്പോഴും രണ്ട് കേസിലും സൊല്യൂഷൻ ഒന്ന് തന്നെയാണ്. അതായത് പെർ യൂണിറ്റ് impedance or reactance of a transformer, whether it is referred to your primary side or whether it is referred to your secondary side, it will remain the same. നമ്മളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പ്രീവിയസ് സെഷൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പെർ യൂണിറ്റ് സിസ്റ്റത്തിന്റെ. അപ്പോൾ ട്രാൻസ്ഫോമർ നമുക്ക് ഏതൊരു കോംപ്ലക്സ് സിസ്റ്റത്തിലും എത്ര ട്രാൻസ്ഫോമേഴ്സ് മോഡൽ ചെയ്യേണ്ടി വന്നാലും അതിന്റെ ഒരു സിംഗിൾ പെർ യൂണിറ്റ് റിയാക്ടൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് നമുക്ക് കാൽക്കുലേഷൻസ് സിംപ്ലിഫൈ ചെയ്യാം ഈ ഒരു അഡ്വാൻറ്റേജ് കാരണം. ഓക്കെ, സോ hope you have understood how to solve the problem related to per unit impedance of transformer. Either you can take either side, that is primary side, or the high voltage side, or the low voltage side, the secondary side, as your base values, and approach the problem and get the answer. Okay, രണ്ട് രീതിയിൽ ചെയ്താലും ഉത്തരം ഒന്ന് തന്നെയാണ്. So we will solve more problems from per unit chapter in the upcoming videos. So until then, thank you.